നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഒരു വല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ADGP MR അജിത് കുമാർ RSS നേതാവിനെ കാണാൻ പോയി. അദ്ദേഹം ഇപ്പോഴത്തെ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുള്ള എന്ന വ്യക്തിയെ കാണാൻ പോയി. അവർ രഹസ്യ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ പൂരം ഇല്ലാതാക്കിയതും കലക്കിയതും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വളരെ ഗുരുതരമായ ആരോപണമാണ് വി ഡി സതീശൻ, കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ, ഈ RSS നേതാവിനെ കണ്ടത് എത്ര വലിയ ഗുരുതരമായ കുറ്റമാണോ എന്ന് സംശയിക്കാതിരിക്കാൻ കഴിയില്ല. RSS എന്ന് പറഞ്ഞ സംഘടന ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഈ RSS എന്ന സംഘടനയുടെ കീഴിലുള്ള ആ സംഘടന വളർത്തിയെടുത്ത പ്രസ്ഥാനമായ BJP ആണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നതും കേന്ദ്രം ഭരിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള RSS, ഈ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രപതിയായിരുന്നാലും പ്രധാനമന്ത്രിയായിരുന്നാലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നാലും ഇവരെല്ലാം RSSകാർ തന്നെയാണ്. അവരിപ്പോഴും RSSകാരെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നവരുമാണ്. RSSന്റെ എല്ലാ തന്ത്രങ്ങളും ബുദ്ധിയും ഉപയോഗിച്ച് വളർന്നു വന്ന BJP ആണ് ഇപ്പോൾ വിവിധ UP യിലും അതുപോലെ ഗുജറാത്തിലും തുടങ്ങി ഇങ്ങനെ നമ്മൾ എണ്ണി കഴിഞ്ഞാൽ ഏകദേശം 95% പ്രദേശങ്ങളും ഭരിക്കുന്നത് ഈ RSSന്റെ നേതൃത്വത്തിലുള്ള BJP തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള RSSന്റെ ഒരു ജനറൽ സെക്രട്ടറിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സന്ദർശിച്ചാൽ അതിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് ആരോപണം നടത്തേണ്ട കാര്യമുണ്ടോ എന്നത് നമ്മൾ സംശയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സതീശൻ പറയുന്ന കാര്യങ്ങളിൽ സതീശന് കേരളത്തിലെ ഗവൺമെന്റിനെ കൃത്യമായിട്ട് ഒന്ന് ഏതെങ്കിലും അവസരങ്ങൾ വരുമ്പോൾ വന്ന് TV-യുടെ മുന്നിൽ വന്നിരുന്ന് ആരോപിക്കുന്നതല്ലാതെ ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കുന്ന ഏതെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ ഈ സതീശന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ചെന്നിത്തല നടത്തിയിട്ടുള്ള ചില നിയമ പോരാട്ടങ്ങളുണ്ട്. കൃത്യമായ തെളിവുകളോടുകൂടി കാര്യങ്ങൾ പറയുകയും അതനുസരിച്ച് ആ സർക്കാരിൻ്റെ തെറ്റായ നയസമീപനത്തിനും തെറ്റായ തീരുമാനങ്ങളെയും ഇങ്ങനെ TV-യുടെ മുമ്പിൽ വന്ന് കുറേ വർത്തമാനം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയല്ല ചെന്നിത്തല ചെയ്തത്. ചെന്നിത്തല കൃത്യമായി കേസ് കൊടുക്കുകയും ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇടപെടൽ വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയന് എത്രയോ പദ്ധതികളിൽ നിന്നാണ്, എത്രയോ പരിപാടികളിൽ നിന്നാണ്, അവർ തീരുമാനിച്ച തീരുമാനങ്ങളിൽ നിന്നാണ് പിന്നോട്ട് പോകേണ്ടി വന്നത്, അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഒരുപാടുണ്ട്, ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ ഈ പറയുന്നത്, അങ്ങനെ ചെന്നിത്തലയുടെ അടുത്തുപോലും എത്താൻ കഴിയാത്ത ഒരു പ്രതിപക്ഷ ഒരു ശുഷ്കമായ, അല്ലെങ്കിൽ എന്തു പറയാം, ഒരു ഉപയോഗമില്ലാത്തൊരു പ്രതിപക്ഷമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തെങ്കിലും വിഷയം ആരെങ്കിലും ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിൽ പിടിച്ച് ഞങ്ങളാണ് എന്ന് പറയാനുള്ള ഒരു പ്രതിപക്ഷമാണ് കാണുന്നത്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് എൻ്റെ വിലയിരുത്തൽ. ഇനി ഞാൻ പറയാൻ പോകുന്നതല്ല, ഈ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയുമൊക്കെ ഈ RSS നേതാക്കളെ കാണാൻ പോവുകയും RSS നേതാക്കളുടെ ആസ്ഥാനങ്ങളിൽ പോവുകയും അവിടുത്തെ RSSന്റെ പ്രമുഖന്മാരായ നേതാക്കന്മാരായിട്ട് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തിന് 1980 ഇന്ദിരാഗാന്ധി തിരികെ വന്നത്, അധികാരത്തിൽ തിരികെ വന്നത് എങ്ങനെയാണ്? പരിപൂർണമായും RSSന്റെ പിന്തുണയോടുകൂടിയാണ്. RSS തീരുമാനിച്ചത് കൊണ്ടാണ് രണ്ടാമത് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്തുപോയ, ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ പുറത്തുപോയ ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് RSSകാർ ഒരുപാട് പേരെ ഇന്ദിരാഗാന്ധി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില നയപരമായ കാര്യങ്ങളിൽ RSSന് ചില തീരുമാനങ്ങളുണ്ട്, സ്വതന്ത്രമായ തീരുമാനങ്ങളുണ്ട് എന്നാണ് ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ പുറത്തു നിന്ന് RSSനെ വിലയിരുത്തുന്നതും കാണുന്ന ആളാണ്. മാത്രമല്ല, ഈ രാജീവ് ഗാന്ധിയും നിരവധി തവണ, അതായത് രാജീവ് ഗാന്ധി RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അദ്ദേഹം കണ്ടിരിക്കുന്നു. അന്നത്തെ RS നേതാവായിരുന്ന ബാലാസാഹേബ് ദിയോറസിന്റെ സഹോദരനും ദൗര ദേവരസ് എന്നറിയപ്പെടുന്ന മുരളീധർ ദത്താത്രേയ ദേവരസുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ കഥകളും ഇപ്പോൾ പിന്നീട് ഈ കഴിഞ്ഞ വർഷമാണ് പല ലേഖനങ്ങളിൽ, പലരുടെ പുസ്തകങ്ങളിൽ നിന്ന് പുറത്തു വന്ന് നമ്മൾ വാർത്ത വായിച്ചതാണ്. അത് പല വ്യവസായികളുടെയും മധ്യസ്ഥതയിലാണ്. പല വ്യവസായികളും ചേർന്നുകൊണ്ടാണ് അവരുടെ വീടുകളിൽ വെച്ച്
വെച്ചാണ് ഈ RSS നേതാക്കളും രാജീവ് ഗാന്ധിയുമായി ചർച്ച നടത്തിയിട്ടുള്ളത്. രാജ്യത്ത് ഈ രാമജന്മഭൂമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ആ രാമജന്മഭൂമി തുറന്നു കൊടുത്ത കഥകളൊക്കെ ഇതിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങളാണ്. അങ്ങനെ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും പോലും വളരെ അടുത്ത ബന്ധമാണ് RSSകാരായിട്ട് ഉണ്ടായിരിക്കുന്നത്. പല തവണ അവർ രഹസ്യമായിട്ടും പരസ്യമായിട്ടും RSS നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഈ സതീശൻ ഇനി എന്തു പറയും? അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സതീശന് മറുപടി പറയാമോ? ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ക്രമസമാധാനമായിട്ട് പ്രശ്നങ്ങളോട്ട് ബന്ധപ്പെട്ട് ഒന്ന് കണ്ടാൽ സംസാരിച്ചാൽ എന്ത് കുഴപ്പമാണ്? ആകാശം ഇടിഞ്ഞു വീഴുവോ? നിരോധിക്കപ്പെട്ട സംഘടനയല്ല. PFI നേതാക്കളെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോയി കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം PFI നിരോധിക്കപ്പെട്ട രാഷ്ട്രീയ ഒരു സംഘടനയാണ്. RSS അതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടനയെ കണ്ടു എന്ന് പറഞ്ഞ് ഈ പ്രതിപക്ഷ നേതാവ് വന്ന് ഇങ്ങനെ വാചകം അടിക്കുമ്പോൾ സത്യത്തിൽ ചെറുതാകുന്നത് ഈ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്.